2.5 കിലോ വെയിറ്റ് വരുന്ന റെക്റ്റാങ്കിൾ കേക്ക് 2.5 കിലോയുടെ മോൾഡ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കിയാലോ. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിൽ 2 കിലോ സ്പഞ്ചും 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിൽ ബാക്കി 1/2 കിലോ സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വരുന്നത്. ഇനി 2 കിലോ ചെയ്തിട്ടുള്ള സ്പഞ്ച് 3 ലെയർ ആക്കി എടുക്കാം. ആദ്യം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 3.5 കപ്പ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്രീം കുറച്ച് മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നതുകൊണ്ടാണ് കേട്ടോ 3.5 കപ്പ് എടുത്തിട്ടുള്ളത്. ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 16 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കിൾ ബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ച സ്പഞ്ച് 3 ലെയറും ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കാൻ ഒരു ഭാഗം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റ് ലെയർ മാത്രം ബേസിൽ വെച്ച ശേഷം നേരത്തെ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ബാക്കി മുകളിലോട്ട് വന്നിട്ടുള്ള എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. മുകളിൽ വന്നിട്ടുള്ള ഭാഗത്ത് കട്ട് പീസ് വെച്ച് കൊടുത്ത് ആ ഭാഗം ഒന്ന് ഫില്ലാക്കിയെടുക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറിയും ഫില്ലിങ്ങിൽ കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയർ വെച്ചതുപോലെ തന്നെ കട്ട് പീസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇത് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് ഫില്ലിംഗ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയറും കട്ട് പീസ് എല്ലാം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. സ്ക്വയർ കേക്ക് വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാനുള്ള സിമ്പിൾ ടിപ്പ് പറഞ്ഞിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വളരെ എളുപ്പമാണ് കേട്ടോ സ്ക്വയർ കേക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സിന് പോലും ഈ ഒരു ടിപ്പ് വെച്ച് സിമ്പിളായിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കണേ. ഇനി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ക്രീം വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. നെയിം എഴുതിയ ശേഷം ഫ്ലവർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 കിലോയുടെ കേക്ക് 2.5 കിലോയുടെ മോൾഡ് ഇല്ലാതെ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് മനസ്സിലായില്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ സൈസിലുള്ള ബോക്സ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 കിലോയുടെ 2 ബോക്സ് എടുത്ത് അതിൻ്റെ 2ൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സൈസൊക്കെ കറക്റ്റായിട്ട് വെച്ച് സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.